അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് നേട്ടമായി മാറുന്നു. ഏവരും കരുതിയത് H-1B വിസയുടെ പ്രശ്നത്തിലായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ട്രംപ് കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങളായാലുമൊക്കെ അവിടെയുള്ള ഗവേഷകരും ജോലിക്കാരുമൊക്കെ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉയർത്തിയവർക്ക് ഇപ്പോൾ വ്യക്തമായൊരു മറുപടി എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള പ്രശസ്തരെ കൊണ്ടുപോകാനായി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ നീക്കം വിജയം കാണും. ഇന്ത്യ ഒരു വലിയ നീക്കം നടത്തിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ, സ്റ്റാർ ഫാക്കൽറ്റികൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ, ഗവേഷകർ, ബയോടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഗവേഷകർ, ഒപ്പം തന്നെ ശാസ്ത്രം, ഗണിതം, എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ എന്നിവയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകൾക്ക് ഇന്ത്യയിൽ വരാനും അവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മികച്ച ഗവേഷണ ലബോറട്ടറികൾ, DSP, DBT എന്നിവയുടെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉന്നതമായ പദവികളും, ഒപ്പം തന്നെ ഇവർക്ക് ഈ രാജ്യത്ത് ഗവേഷണ സംവിധാനം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞരും ഗവേഷക വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ അവിടെയുള്ള ലബോറട്ടറികൾ അടക്കമുള്ളവരും ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കായിട്ട് സ്റ്റെപ്പ് ഗ്രാൻഡ് സർക്കാർ നൽകും. ഇന്ത്യയിൽ ലബോറട്ടറികളും ടീമുകളും സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യൻ പൗരന്മാരായവരുടെ പ്രധാന ദൗത്യം. IIT പോലുള്ളവയുടെ വലിയ സഹായം ആണ് ഇതിന്. IIT മറ്റുമാണ് മുൻകൈ എടുത്ത് ഇത്തരം ഗവേഷകരെ ഇവിടെ എത്തിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഗവേഷണ സ്ഥാപനങ്ങൾക്കും മറ്റും ഇന്ത്യയിൽ പ്രവർത്തിച്ച് അവരുടെ ആ ബുദ്ധിയും അവരുടെ കഴിവുകളും ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുക. അതിന് ഇപ്പോൾ പഴയ ഇന്ത്യയല്ല. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും ഫെസിലിറ്റികളും അനവധി ഈ രാജ്യത്തുണ്ട്. അത് കൂടുതൽ ത്വരിതപ്പെടുത്തുക. അതിനായി തന്നെ അവരോടൊപ്പം തന്നെ അവിടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളെയും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ട്രംപ് കുഴിച്ച കുഴിയിൽ ഇന്ത്യ വീണില്ല എന്ന് മാത്രമല്ല, കുഴിയിൽ മണ്ണിട്ട് മൂടാനും ഇന്ത്യക്ക് കഴിയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.